ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് നടന്നെന്ന പരാതിയിൽ നിർണായക വഴിത്തിരിവ്. ശബരിമല നടയിലെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ എത്തിച്ച ശ്രീകോവിൽ കട്ടിളയിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണത്തിന്റെ അളവ് കുറഞ്ഞതായി കണ്ടെത്തി. 98-ൽ സ്വർണം പൂശിയ മറ്റു പാളികളുമായി നടത്തിയ ശാസ്ത്രീയ താരതമ്യത്തിലൂടെയാണ് ഈ വ്യത്യാസം വ്യക്തമായത്. മറ്റൊന്ന് 15 സാമ്പിളുകളാണ് VSSC പരിശോധിച്ചത്. മുഖ്യമായും പാളികളുടെ കാലപ്പഴക്കമാണ് വിലയിരുത്തിയത്. അവയിലെ സ്വർണത്തിൻ്റെ അളവും തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. സ്വർണ്ണപ്പാളികൾ കടത്തിയ ശേഷം പുതിയ അച്ചുണ്ടാക്കി അതിൽ പുതിയ പാളികൾ ചെമ്പിൽ നിർമ്മിച്ച സ്വർണം പൂശി തിരിച്ചെത്തിച്ചതാണോ എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ സംശയം. രാജ്യാന്തര പുരാവസ്തു കള്ളക്കടത്ത് നടത്തുന്ന സുഭാഷ് കപൂർ മാതൃകയിലുള്ള തട്ടിപ്പിൻ്റെ സാധ്യതകളാണ് ഇതിലൂടെ വിരിയുന്നത്. അവിടുത്തെ യഥാർത്ഥ സ്വർണ്ണപ്പാളികളും ദ്വാരപാല ശില്പങ്ങളും രാജ്യം കടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുമാനിക്കാം. അതിൻ്റെ മാതൃകയിലുള്ള പുതിയ അച്ചുകൾ തീർത്ത് അതിൽ ചെമ്പ് പാളി പൊതിഞ്ഞ് അതിൽ കുറച്ച് സ്വർണം പൂശിയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ന്യായമായും സംശയിക്കാവുന്ന കാര്യങ്ങളാണ്. അവിടേക്കാണ് അന്വേഷണം പോകേണ്ടത്. വലിയ പ്രത്യാഘാതങ്ങൾ. 100 കോടി ഇതിന് മതിപ്പ് വിലയുണ്ടെങ്കിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അമൂല്യങ്ങളായ പുരാവസ്തുക്കൾക്ക് 300 കോടി കിട്ടിയേക്കാം, ചിലപ്പോൾ 500 കോടി കിട്ടിയേക്കാം. അപ്പം ശതകോടികളുടെ ബിസിനസ്സാണ് ശബരിമലയിൽ ഈ തട്ടിപ്പ് സംഘം നടത്തിയിരിക്കുന്നത്. സ്വാമിയെ ശരണമയ്യപ്പ.